യശയ്യാ അധ്യായം 16. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പിൻ. മോവാബിൻ്റെ പുത്രിമാർ കൂടുവിട്ടലയുന്ന പക്ഷികളെ പോലെ അർണോൻ്റെ കടവുകളിലിരിക്കും. ആലോചന പറഞ്ഞായിരിക്കുക, അമന്ത്യസ്ഥം ചെയ്യുക, നിന്റെ നിഴലിനെ നട്ടിച്ചിക്ക് രാത്രിയെ പോലെ ആക്കുക, ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക, അലഞ്ഞു നടക്കുന്നതിന് കാണിച്ചു കൊടുക്കരുത്. മോവാബിൻ്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ. കവർച്ചക്കാരന് മുമ്പിൽ നീ അവർക്ക് ഒരു മറവായിരിക്കുക, എന്നാൽ പീഡകൻ ഇല്ലാതെയാവും. കവർച്ച അവസാനിക്കും, ചവിട്ടിക്കളയുന്നവർ ദേശത്ത് നിന്ന് മുടിഞ്ഞു പോകും. അങ്ങനെ ദയ്യാൽ സിംഹാസനം സ്ഥിരമായി വരും. അതിന്മേ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തു. ന്യായതൽപ്പനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാവുന്നു. അവൻ്റെ നികളത്തെയും ദമ്പത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയും കുറിച്ചും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോവാബിനെ പറ്റി മോവാബ് തന്നെ മുറയിടും, എല്ലാവരും മുറയിടും. കീർ ഹരേശത്തിൻ്റെ മുന്തിരി അടകളെക്കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹെസ്ബോൻ വയലുകളും സിബ്മയിലെ മുന്തിരിവള്ളികൾ ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ പള്ളിയെ ജാതികൾ തോക്കുമായി ഓടിച്ചു കളഞ്ഞു. അത് യസേർ വരെ നീണ്ട് മരുഭൂമിയിലോളം പടർന്നിരുന്നു. എൻ്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ യസേറിനോടുകൂടെ സിബ്മയിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് കരയും. ഹെസ്ബോനെ, ഇലയാലെ, ഞാൻ നിന്നെ എൻ്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കും. നിൻ്റെ വേനൽക്കനികൾക്ക് നിൻ്റെ കൊയ്ത്തിനും തോൽവി നേരിട്ടിരിക്കുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്തു നിന്ന് പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല. മുന്തിരിക്കൊയ്ത്തിൻ്റെ ആർപ്പോടി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ള മോവാബിനെക്കുറിച്ചും എൻ്റെ അന്തരംഗം കീർ ഹരേശിനെക്കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. പിന്നെ മോവാബ് പൂജാരി ചെന്ന് പാടുപെട്ട് ശബ്ദത്തെ പ്രാർത്ഥിപ്പാൻ കടന്ന് അവൻ കൃതാർത്ഥനാകിയില്ല. ഇതാവുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെക്കുറിച്ച് അരുളി ചെയ്ത് വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുമ്പോൾ കൂലിക്കാരൻ്റെ ആണ്ട് പോലെയുള്ള 3 ആണ്ടിനകം മോവാബിൻ്റെ മുഖത്ത് അവൻ്റെ സർവ്വ മഹാപുരുഷാരത്തോടുകൂടെ തുച്ഛീകരിക്കപ്പെടും. അവൻ്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവുമായിരിക്കും.